ഖലീഫ ട്രെയിലർ ഇറങ്ങണവരെ എല്ലാവരും പറഞ്ഞത് ഈ സിനിമ പൊട്ടുന്നായിരുന്നു. പക്ഷെ ട്രെയിലർ ഇറങ്ങിയപ്പോ എല്ലാം അങ്ങട് മാറി. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. പൊതുവെ മലയാളികൾക്കും മലയാള സിനിമയ്ക്കും സ്വർണത്തോട് ഒരു ആസക്തി വളരെ കൂടുതലാ തോന്നുന്നു. കാരണം 1969 പ്രേം നസീർ നായകനായ ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിലാണ് മലയാള സിനിമയിൽ സ്വർണത്തിന്റെ സ്മഗ്ലിംഗ് ആരംഭിക്കുന്നത്. ആ സിനിമയിൽ KP ഉമ്മർ ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നായകൻ ഡബിൾ റോളിൽ വരികയായിരിക്കും, പക്ഷെ ഒരു വില്ലൻ ഡബിൾ റോളിൽ വരുന്ന സിനിമ ആദ്യമായിട്ടാണ്. അതൊരു ട്വിസ്റ്റും കൂടിയായിരുന്നു ആ സിനിമയിൽ. അതിനുശേഷം 1987 ഇറങ്ങുന്ന നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 20ാം നൂറ്റാണ്ടിലാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ഒരു ഗാങ്സ്റ്റർ പവർ എന്നുള്ള രീതിയിലേക്ക് വളർന്നത്. അതിനുശേഷം ഗോൾഡിനെ പറ്റി ഇഷ്ടം പോലെ സിനിമ വന്നിട്ടുണ്ട്. പൊന്മുട്ടിയിടുന്ന താറാവ്, പൊന്മാൻ, തങ്കം, ലോഹം, പൃഥ്വിരാജിന്റെ തന്നെ ഗോൾഡ്, കാസർഗോൾഡ്. ഈ സിനിമകളിലെല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ സ്വർണ്ണം ഒരു കഥാപാത്രമാണ്. ഒന്നല്ലെങ്കിൽ ഗോൾഡ് മോഷണം, അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ്. പക്ഷെ ഖലീഫയിൽ വരുമ്പോ വെറുതെ ഒരു ഗോൾഡ് സ്മഗ്ലിംഗിന്റെ കഥയല്ല പറയുന്നത്. അവിടെ പവർ, ലെഗസി, പാരമ്പര്യം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ഒരു കഥയായിട്ടാണ് വരുന്നത്. കാരണം ഖലീഫയിൽ ആമിർ അലി വെറും ഒരു ഗോൾഡിന്റെ സ്മഗ്ലർ അല്ല, ആ ഒരു സാമ്രാജ്യത്തിന്റെ ഒരു രാജാവ് കൂടിയാണ്. കാരണം ഈ സിനിമയിൽ പണം, പവർ, പദവി ഇതിനെക്കാട്ടിലും ഉപരി ബ്ലഡ് ലൈൻ, അതായത് ഒരു ലെഗസി, പാരമ്പര്യം ഇത് നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാളുടെ കഥയാണ്. അതിന് കാരണം എല്ലാവർക്കും അറിയാം. ആമിർ അലിയുടെ ഗ്രാൻഡ് ഫാദറായ മമ്പ്രക്കൽ അഹമ്മദ് അലി, അതായത് നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹം ഒരു പാരമ്പര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആമിർ അലി ശ്രമിക്കുന്നത്. കാരണം ഒരു ലെഗസി നിലനിർത്തുക പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് ഉള്ള ലെഗസീനെക്കാട്ടിലും ഉയരത്തിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം. റിയൽ ഇൻസിഡൻസ് നോക്കിക്കോളൂ. ലാലേട്ടൻ താരരാജാവായി. അദ്ദേഹത്തിന്റെ മക്കള് സിനിമയ്ക്ക് വരുമ്പോൾ ലാലേട്ടനെക്കാട്ടിലും ഉയർന്നാൽ മാത്രമേ ആ ലെഗസി നിലനിർത്താൻ അവർക്ക് കഴിയുകയുള്ളൂ. ഡേഞ്ചർ ബിസ്ക്കറ്റിൽ ഗോൾഡ് ഒരു കള്ളക്കടത്ത് മാത്രമായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ അതൊരു എംപയറായി. ലോഹത്തിലെത്തുമ്പോൾ അത് വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി. ഖലീഫയിൽ എത്തുമ്പോഴോ ഗോൾഡ് മണി നെറ്റ്വർക്ക് പവർ എംപയർ ലെഗസി. കാരണം പവർ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗെയിമാണ്. ഈ ട്രെയിലറിൽ ഞാൻ കുറച്ചും കൂടി നന്നായി ശ്രദ്ധിച്ച് ഷമി തിലകന്റെയാണ്. അദ്ദേഹത്തിന്റെ ഷോട്ടിൽ നോക്കൂ, നല്ലൊരു മാസീവ് ഓറ അതിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മന്ത്രിയാണ്, പോരാത്തതിന് നല്ല ബുദ്ധിയുള്ള മന്ത്രിയും കൂടിയാണ്. അപ്പോൾ നായകനെക്കാട്ടിലും മേലെ നിൽക്കുന്ന വില്ലൻ തന്നെയായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ നടത്തവും സ്വാഗും അതിൽ നന്നായിട്ട് തന്നെ എടുത്തറിയുന്നുണ്ട്. ഖലീഫയിൽ എനിക്ക് ഇത്രയും ദിവസം പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അയാൻ ഗെയിം കാണണം എന്നായിരുന്നു ആഗ്രഹം. അയാൻ ഗെയിം റിലീസ് മാറ്റി. പക്ഷെ എന്തായാലും ഖലീഫ ഞാൻ FDFS കണ്ടിരിക്കും.